വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്, വെള്ളമുളകിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ. നമ്മുടെ ഒരു പർപ്പിൾ ചില്ലിയുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു കുറേ മുന്നേ. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു മുളകാട്ടോ, കാണാനും നല്ല നിറയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനൊരു 4 മുളക് ചെടി വെച്ചിട്ടുള്ളൂ. ആ 4 മുളക് ചെടി ഗ്രോ ബാഗിലാണ് വെച്ചത്. അപ്പോൾ ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ ഞാനൊരു പ്രത്യേകിച്ചൊരു കാര്യം ചെയ്തായിരുന്നു. ഇപ്രാവശ്യം മണ്ണും മണലൊക്കെ കുറച്ചിട്ടിട്ട് നിറയെ കരിയില ഇട്ടു. ഗ്രോ ബാഗിൻ്റെ അടിയിൽ നിറയെ കരിയില ഇട്ടു. പിന്നെ അതിൽ മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി കുറച്ചിട്ടു. അതിലാണ് മുളക് ചെടി വെച്ചത്. അതിനുശേഷം മുളക് ചെടി ഇങ്ങനെ വലുതായി വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കരിയില നിറച്ചു കൊടുത്തു. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒരു വളവും ഈ മുളക് ചെടിക്ക് ചെയ്തില്ല. മുളക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വന്നു, നിറയെ മുളകും ഉണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ആ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. മുളക് ചെടി നന്നായിട്ട് മുളക് ചെടിയിലിങ്ങനെ മുളകൊക്കെ ഉണ്ടായി. നല്ല കുറച്ച് വലിയ മുളകാണ്, നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ നല്ല കട്ടിയുള്ള മുളകാണ്. നമ്മൾ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കുറേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ എല്ലാം പഴുക്കാൻ തുടങ്ങി. നല്ല നല്ല ഭംഗിയുള്ള മുളകുമാണ്, നമുക്ക് കൊണ്ടാട്ടത്തിനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു മുളകാണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ഗ്രോ ബാഗൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കാനും ഒക്കെ എളുപ്പമാണ്, കനമില്ലാത്തത് കൊണ്ട്. വളരെ കുറച്ച് മണ്ണും മണലുമാണ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഈ കരിയില നിറയുള്ളത് കൊണ്ട് ശരിക്കും വേറെ ഒരു വളവും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. മാത്രമല്ല ഈ ഗ്രോ ബാഗ് ഇപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. വെള്ളവും കുറച്ച് മതി, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യവും വന്നില്ല. പിന്നെ ഇങ്ങനെ സാധാരണ നമുക്ക് മുളക് ചെടിയൊക്കെ ഉണ്ടായി നന്നായിട്ട് ഇങ്ങനെ പൂത്ത് കായാവേണ്ട സമയമാകുമ്പോഴേക്കൊക്കെ എപ്പോഴും വെള്ളീച്ച വരും, അതല്ലെങ്കിൽ ഇല മുരടിപ്പ് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനും ഇങ്ങനെ മുരടിപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ തൂവി കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് നല്ല മാറ്റം വന്നു. അത്ര കാര്യമായിട്ടങ്ങ് ബാധിച്ചില്ല. അത് വെള്ളീച്ചയും അധികം വന്നില്ല. മറ്റേത് ഇലയൊക്കെ നിറയെ ആകുമ്പോഴേക്കും വെള്ളീച്ചയുടെ ശല്യം നിറയെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ മുളക് ചെടിക്ക് അതൊന്നും ഇല്ലാതെ കിട്ടി. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും കാണാറുണ്ട് വീഡിയോ നിറയെ ഗ്രോ ബാഗ് നിറയെ കരിയിലിട്ടിട്ട്, ചാക്ക് നിറയെ കരിയിലിട്ടിട്ടൊക്കെ വെക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്ത് നോക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിൽ നിറയെ കരിയിലിട്ട് വെച്ചപ്പോൾ അതിൻ്റെ ഒരു ഗുണം ശരിക്കും നമുക്ക് കണ്ടറിയാം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കാരണം വേറെ ഒരു വളവും ചെയ്തില്ല എന്നുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് ചെടിയും വളർന്നു, അതുപോലെ തന്നെ നിറയെ മുളകും ഉണ്ടായിട്ടുണ്ട്. സാധാരണ നമുക്ക് വളം ചെയ്ത് മണ്ണൊക്കെ നിറയെ ഇട്ടിട്ടുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ മുളക് ഈ ചെടിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.